അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. അവസാന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെതിരെ ഒരു ആധികാരിക വിജയമാണ് സ്വന്തമാക്കിയത്. ഈ മത്സരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതിൽ ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം വരുൺ ചക്രവർത്തിയുടെ ആ ഒരു അപ്രതീക്ഷിതമായിട്ട് ടീമിൽ ഉൾപ്പെടുത്തിയതും ആ ഒരു മികച്ച പ്രകടനം തന്നെയാണ്. അപ്പോൾ അടുത്ത മത്സരം ഇനി ഓസ്ട്രേലിയക്കെതിരെ സെമിഫൈനൽ മത്സരം, അധിക ദിവസം ഗ്യാപ്പില്ല, നാളെ തന്നെയാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇന്ത്യ ഈ വരുൺ ചക്രവർത്തി അടുത്ത മത്സരത്തിലും നിലനിർത്താനുള്ള ഒരു സാധ്യത? തീർച്ചയായും ചക്രവർത്തി എന്തായാലും കളിക്കുന്നത് തോന്നുന്നു. കാരണം ഈ വരുന്ന സെമിയിൽ കളിക്കുന്ന ഓസ്ട്രേലിയൻ ടീമിലെ കൂടുതൽ താരങ്ങൾ ചക്രവർത്തി നേരത്തെ കളിച്ച് പരിചയമുള്ളവർ കൂടെ അല്ല. അതിനൊരു ബെനിഫിറ്റ് കൂടി ഇന്ത്യ കിട്ടാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ന്യൂസിലൻഡിൻ്റെ മത്സരത്തിൽ നമുക്കൊരു ഏറ്റവും അനുകൂല ഘടകം അതാണ്. ഒരു പുതിയ സ്പിന്നറാണ് ഏകദിന ഫോർമാറ്റ് കളിക്കുന്നത്. പല താരങ്ങൾക്കും IPL കളിച്ച താരങ്ങൾക്കൊക്കെ ഏകദേശം പരിചയമുണ്ടെങ്കിലും ബാക്കിയുള്ള താരങ്ങൾക്കൊന്നും ഈ ചക്രവർത്തി അധികം ഡിഫെൻഡ് ചെയ്ത് പരിചയമില്ല. അതെ, ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ പറയാം, സിലബസിൽ ഇല്ലാത്തൊരു ചോദ്യം പെട്ടെന്ന് അവർ പഠിച്ചു വന്നപ്പോൾ നമ്മളെ 2 പേസ് ബോളർമാർ എന്തായാലും ഉണ്ടാവുന്നതാണ് എല്ലാ ടീമും കണക്കാക്കുന്നത്. അവിടെ നിന്നാണ് ഓൾറൗണ്ടർ ഹർദിക് ഉണ്ടെങ്കിൽ കൂടി പിന്നെ ഷമിയെ മാത്രം സ്പെഷ്യലിസ്റ്റ് ബോളർ നിർത്തിയിട്ട് ഒരു സ്പിന്നറെ കൂടെ ഇന്ത്യ കൂടുതൽ കളിപ്പിക്കുന്നത്. അത് നിർണായകമായ മത്സരം എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഗ്രൂപ്പ് ജേതാക്കളെ നിർണായകമല്ല, ഒരു ബലാബലം, ഒരു തുല്യ ശക്തിയോട് ഏറ്റുമുട്ടിയത് ഇന്നലെ മാത്രമാണ് ഇന്ത്യ ഏറ്റുമുട്ടിയത്. പാകിസ്ഥാൻ നമ്മൾ അങ്ങനെ കണ്ടിരുന്നെങ്കിലും അതങ്ങനെ എല്ലാം തെളിയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിന് അങ്ങനെ പോയി. അപ്പോൾ ഇന്നലെ ഒരു മികച്ചൊരു മത്സരം കളിച്ചത് ഇന്നലെയാണ്. അതിൽ പിന്നെ ഒരു ആധികാരിക ജയം തന്നെ പറയാം. പിന്നെ ആദ്യം ഒന്ന് പതറിയിരുന്നെങ്കിലും ബോളിംഗ് എത്തുമ്പോഴേക്കും അത് പൂർണ്ണമായും ഇന്ത്യ കളി പിടിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യ ജയിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യ അതിലൊരു പ്രത്യേക നമുക്കറിയാം, പണ്ട് അജന്ത വിൻഡീസിൽ ഏഷ്യ കപ്പാണ് എനിക്ക് തോന്നുന്നത്, വന്നിട്ട് ഇന്ത്യയുടെ വിക്കറ്റുകൾ തുടരെ വീഴ്ത്തിയൊരു മത്സരം ഉണ്ടായിരുന്നു. ഒരു പുതിയ ബോളറായിരുന്നു അന്ന്. പിന്നെ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർക്കെല്ലാം അദ്ദേഹത്തിന് മുന്നിൽ പിടിച്ചേക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. സമാനമായിരുന്നു ചക്രവർത്തി 5 വിക്കറ്റ് എടുത്ത ആ പ്രകടനം. ആർക്കൊരു ഉത്തരവ് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് മുന്നിൽ. ആ രീതിയിൽ വരുമ്പം നമുക്ക് അടുത്ത മത്സരത്തിൽ നിർണായകമായിരിക്കും. ഓസ്ട്രേലിയക്കെതിരെ പിടിക്കാൻ വേണ്ടി പറ്റും. ഇനി ഫൈനലിലേക്ക് വരുന്നത് ദക്ഷിണാഫ്രിക്ക ആയാലും ന്യൂസിലാൻഡ് ആയാലും നമുക്ക് പിടിക്കാൻ പറ്റുന്നതാണ്. എന്തായാലും സെമി ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് കയറുന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. ഇപ്പൊ ഇന്നലത്തെ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയുടെ ബാറ്റിംഗ് കൂടി നമ്മൾ ഇത് ചെയ്യണം. അപ്പൊ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിന് എത്തിയ സമയത്ത് തന്നെ രോഹിത് ശർമ്മ പറഞ്ഞത്, എനിക്ക് ടീമിന് ആദ്യം ബാറ്റ് ചെയ്യണം തന്നെ ആയിരുന്നു ആഗ്രഹം. കാരണം ആദ്യത്തെ 2 മത്സരങ്ങളിലും നമ്മൾ രണ്ടാമതാണ് ബാറ്റ് ചെയ്തത്. ഇപ്പൊ ഈ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് ടീം എങ്ങനെ റൺസ് എടുക്കണം, ഏത് രീതിയിലാണ് റൺസ് സ്കോർ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കണം. അത് മാത്രമല്ല ലൈറ്റിന് കീഴിൽ ബോളർമാരുടെ പ്രകടനം എങ്ങനെയാണെന്നുള്ളത് നോക്കണം എന്നുള്ളതും കൂടി രോഹിത് ശർമ്മ. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഇന്ത്യ എല്ലാ തരത്തിലും ദുബായിലെ ഈ ഒരു മൈതാനത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള തന്ത്രങ്ങളുമായിട്ട് എല്ലാ തരത്തിലും സജ്ജമായി എന്ന് തന്നെ പറയണം. പക്ഷെ ഇപ്പൊ നമുക്ക് പറയുമ്പോൾ ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആനുകൂല്യം തന്നെ അത് തന്നെയാണ്. ഒരേ പിച്ചിലാണ് കളിക്കുന്നത്. പിന്നെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ കളിക്കുന്നുണ്ടെങ്കിൽ ഫൈനൽ ഒരേ ഗ്രൗണ്ടിൽ തന്നെയാണ് കളിക്കുന്നത്. അതിൻ്റെ ഒരു ആനുകൂല്യമുണ്ട്. കാലാവസ്ഥയുമായിട്ടും താരങ്ങൾക്ക് എല്ലാവർക്കും പൊരുത്തപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അധികം യാത്ര വരുന്നില്ല, ടീം ഹോട്ടൽ മാറുന്നില്ല. ഇതൊക്കെ അനുകൂല ഘടകമാണ്. ഇതൊരു വിമർശനമായിട്ട് തീർച്ചയായും വിമർശനം തന്നെയാണല്ലോ അത്. പാക് താരങ്ങളൊക്കെ മുൻ താരങ്ങളൊക്കെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അത് ഇന്ത്യക്ക് അനുകൂലമായി കിട്ടിയൊരു ഘടകമാണ്. അത് ഇന്ത്യ എന്തുകൊണ്ട് പിന്നെ ഇനി വിമർശിച്ചിട്ട് കാര്യമില്ല. അത് എല്ലാ ടീമും അറിയാലോ, വരുന്നതിന് മുമ്പേ അറിയാം. അത് തീരുമാനമായിരുന്നു. അതിന് പേരിലാണ് എല്ലാ ക്രിക്കറ്റ് ബോർഡുകളും സമ്മതിച്ചിട്ടാണ്. അപ്പൊ പിന്നെ അതിനെ വിമർശിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇന്ത്യക്ക് ആനുകൂല്യം ഇപ്പം പറഞ്ഞ പോലെ തന്നെ സൈഫ് പറഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് സെക്കൻഡ് പിന്നെ ബൗളിങ്ങിന്റെ ഒരു ഇത് മാത്രമേ ഇനി അറിയാനുണ്ടായിരുന്നുള്ളൂ. ദുബായിലെ പിച്ചിൽ ഇപ്പം സെമിയിലും പിന്നെ ഫൈനലിലേക്ക് എത്തുമ്പോൾ എങ്ങനെ ബാധിക്കുന്ന അറിയണമെന്നായിരുന്നു. രോഹിത് ഇന്നലെ തുടർച്ചയായി ടോസ് നഷ്ടപ്പെടുന്ന താരമാണ്, ഒരു ക്യാപ്റ്റനാണ്. എന്നിട്ടും അദ്ദേഹത്തിന് ആ ഒരു അവസരം കൂടെ കിട്ടി. അപ്പോൾ അതും പൂർത്തിയായി. ആ ആശങ്കയും ഇല്ലാതായി തന്നെ വേണ്ട നമുക്ക് പറയാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ടോസ് നഷ്ടപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ തുടർച്ചയായി 10 ടോസുകളാണ് രോഹിത്തിന് നഷ്ടപ്പെടുന്നത്. അത് ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ ആദ്യമായിട്ടാണ്. ബ്രയൻ ലാറയാണ് 12 ടോസ് തുടർച്ചയായി നഷ്ടപ്പെട്ടത്. 12. പിന്നെ പീറ്റർ ബോറൻ ഉണ്ട് 11 ടോസുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ 13. അതെ, അതൊരു റെക്കോർഡായിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു ഭാഗ്യമില്ലായ്മയുടെ റെക്കോർഡ്. പക്ഷെ പ്രശ്നമില്ല. എന്നിട്ട് നമ്മൾ കളി വിജയിച്ച് ഇപ്പം ഈ പരമ്പരയിൽ തന്നെയാണെങ്കിൽ നമ്മൾ ഒരു മത്സരം തോൽക്കാതെയാണ് എത്തിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനോട് ഒരു മത്സരം തോറ്റിട്ടില്ല. ടോസ് ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാം. പണ്ട് ടോസ് കിട്ടിയാൽ മാത്രമേ പിച്ചിന് ആനുകൂല്യം ഗ്രൗണ്ടിന് ആനുകൂല്യം നോക്കി ജയിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ടോസ് എന്തോ ആയിക്കോട്ടെ, ജയം നമുക്ക് കിട്ടുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ മാറിയിട്ടുണ്ടല്ലോ. പിന്നെ തീർച്ചയായും ഇപ്പൊ ഇന്നലത്തെ മത്സരത്തിൽ തന്നെ മാറ്റ് ഹെൻറി ഒരു മികച്ച പ്രകടനമാണ് ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് നടത്തിയത്. അത് മാത്രമല്ല, ഇന്ത്യക്ക് ഗില്ലിന്റെ വിക്കറ്റ് ആദ്യം തന്നെ നഷ്ടമായി. ഫോമിലുള്ള ഒരു താരത്തിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു. രോഹിത് ശർമ്മ പുറത്താകുന്നു. അതെ, വിരാട് കോഹ്ലി പുറത്താകുന്നു. 30 റൺസ് എടുക്കുന്ന വിക്കറ്റ്. അത് പറയാതിരിക്കും വയ്യ. തീർച്ചയായും അതൊരു 1.5 ക്യാച്ച് തന്നെ ആയിരുന്നു. അത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ശ്രേയസ് അയ്യരുടെ ഒരു ബാറ്റിംഗ് പ്രകടനം നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അല്ല, വേറൊരു കാര്യം കൂടി, രസകരമായ ഒരു കണക്ക് കൂടി ഉണ്ട്. ശ്രേയസ് അയ്യർ ഒരു ന്യൂസിലാൻഡ് മർദ്ദകനായി മാറുന്നുണ്ട്. ന്യൂസിലാൻഡിനെതിരെ കളിച്ച 8 മത്സരങ്ങളിൽ അദ്ദേഹം 2 സെഞ്ചുറി 4 അർദ്ധ സെഞ്ചുറി. ആ അർദ്ധ സെഞ്ചുറി നേടാത്ത ഒരു മത്സരത്തിൽ 49 റൺസും മറ്റൊരു മത്സരത്തിൽ 33 റൺസും. ശ്രേയസ് താരത്തിന്റെ കരിഗ്രാഫും ഒക്കെ നമുക്ക് മനസ്സിലാവും. അതെ, ഇപ്പൊ നമ്മൾ പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറയും ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് വലിയൊരു ഡെപ്ത് ഉണ്ടെന്ന്. അതിന്റെ ഒരു തന്നെയാണല്ലോ കാണുന്നത്. ഇപ്പൊ 3 മുൻനിര താരങ്ങളാണ്.
ഫോമിലുള്ള ഗില്ല് പോയപ്പോൾ തന്നെ ഒരു അപകടം നടത്തു, രോഹിത്തിന്റെ വിക്കറ്റും പോയി, കോഹ്ലി ഒരു അവിശ്വസനീയമായ ക്യാച്ചോടെ പുറത്താവുന്നു. അപ്പോൾ ഇനി എന്താവും? ഞാൻ പേഴ്സണലി കരുതിയത് ഒരു നല്ലൊരു ടീമിന് മുന്നിലെത്തിയപ്പോൾ ഇന്ത്യ വിറച്ചു പോയി എന്നാണ് കരുതി. ഇന്ത്യയുടെ മുന്നിലെ മാറ്റങ്ങൾ തീർന്നു. ഇനിയിപ്പം നമ്മൾ പറഞ്ഞാൽ തന്നെ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് ഇന്ത്യ പുറത്താവുകയാണോ, വലിയ തോൽവിയിലേക്കാണോ പോകുന്നത് ഭയന്നിരുന്നു. പക്ഷെ ആടെയാണ് അക്ഷർ പട്ടേലിനെയും കൂടെ കൂട്ടുപിടിച്ചിട്ട് ശ്രേയസ് ഒരു രക്ഷാപ്രവർത്തനം. തീർച്ചയായും അക്ഷർ പട്ടേലിനെ ഇറക്കിയ സമയത്ത് പല വിമർശനങ്ങളും തുടങ്ങിയിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ അഞ്ചാമനായിട്ട് അക്ഷർ പട്ടേലിനെ എന്തിനാണ് ഇറക്കിയത് എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അക്ഷർ പട്ടേൽ ആ ഒരു എന്താണോ ടീം പ്രതീക്ഷിച്ചത് ആ ഒരു രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ചെയ്യാൻ വേണ്ടി കൂട്ടുന്നു. അത് നല്ലൊരു ഇപ്പം പുറത്തായ ശേഷം രാഹുൽ വന്നിട്ടായാലും രാഹുലും ശ്രേയസിന് സപ്പോർട്ട് കൊടുത്തു. ശ്രേയസിന് പോയ ശേഷം പിന്നെ ഹർദിക് ഒന്ന് പതുക്കെ തുടങ്ങിയെങ്കിലും ഹർദിക്കും പിന്നെ റൺ ഉയർത്താൻ വേണ്ടി സഹായിച്ചു. അപ്പം ഇന്ത്യ ജഡേജക്ക് ആണെങ്കിൽ അധികം കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജഡേജ അവിടെ ഉണ്ട്, നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ് രോഹിത്തും കോഹ്ലിയും പോയാൽ ടീം വീണു. പണ്ട് സച്ചിനും പിന്നെ സെവാഗും പോയാൽ പിന്നെ ബാക്കിയെല്ലാം തീർന്നു എന്നൊക്കെ പറയുന്ന പോലെ അന്ന് യുവരാജ് കൂടെ തുടങ്ങി പോകുന്നു. നമ്മുടെ ടീമിൽ അങ്ങനെ 1-2 വ്യക്തികളെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. അപ്പോൾ ഇനി ഓസ്ട്രേലിയയോട് നേരിടാൻ വരുമ്പോൾ നാളത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയയോട് നേരിടുമ്പോഴും ഇന്ത്യക്ക് വലിയൊരു ആശങ്കയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് ബോളിംഗ് നിരയും പിടിച്ചേട്ടാൻ പറ്റും 1-2 താരങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ട്. അവർ റൺ ഉയർത്തിക്കോളും. നല്ല ബോളർമാരുടെ ഒരു ഇപ്പോൾ സ്പിന്നിനെ തുടക്കുന്ന പിച്ചാണ് ദുബായിൽ, നമുക്കറിയാം. അവിടെ പിന്നെ കുൽദീപും ചക്രവർത്തിയും കൂടി തന്നെ വിക്കറ്റ് എടുക്കും. ഓൾറൗണ്ടറുമായ ജഡേജ അക്ഷരം കൂടെ കൂടി ചേരും. പക്ഷേ കുൽദീപ് കുറച്ചധികം റൺസ് വഴങ്ങുന്നുണ്ട് എന്നുള്ളതൊരു ഒരുപാട് എക്സ്ട്രാസും വഴങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു കണക്ക്. 2 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. ലാസ്റ്റ് വിക്കറ്റ് 2 വിക്കറ്റ് വന്നു. ഇപ്പൊ മധ്യ ഓവറുകൾ മൊത്തം സ്പിന്നർമാരെ അടക്കി ഭരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആകെ പേസർമാരെ എറിഞ്ഞിട്ടുള്ളത് 8 ഓവറാണ്. അതൊരു ഏകദിന മത്സരത്തിൽ ഒരു 8 ഓവർ മാത്രമേ 2 പേസർമാര് ചേർന്ന് എറിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് വളരെ കുറഞ്ഞ നമ്പർ തന്നെയാണ്. അത് മതി എന്നാണ് ഇന്ത്യൻ ടീമിന്റെ കരുത്ത്. ഇപ്പം സ്പിന്നർ അത്ര നല്ല ഡെപ്തിലുള്ള സ്പിന്നറേ ഉണ്ട്. ഇപ്പൊ വരുൺ ചക്രവർത്തി മികച്ച ഫോമിലുള്ള ഒരു സമയമാണെങ്കിൽ അദ്ദേഹത്തെ റീഡ് ചെയ്യാൻ പോലും എതിർ താരങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ വിക്കറ്റുകളൊക്കെ എടുത്ത രീതിയും ഒക്കെ നോക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡ് ഇന്ത്യ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്കാണ് എത്തിയുള്ളൂ. ഒരു മികച്ച സ്കോറിലേക്ക് സ്കോർ തന്നെയാണല്ലോ. ദുബായിൽ വേണ്ട ഒരു ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്കോർ തന്നെയായിരുന്നു അത്. പക്ഷെ അതിലേക്ക് നമുക്ക് ന്യൂസിലാൻഡിനെ പോലെ ടീം കൂടെ നിൽക്കുമ്പോൾ അതും നിരവധി താരങ്ങൾ ഫോമിലേക്ക് താരങ്ങൾ ഉള്ളൊരു ടീമാകുമ്പോൾ ഒരു ഇത് മതിയെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ചർച്ചയിലൊക്കെ പറഞ്ഞിരുന്നു പിന്നെ നമ്മുടെ വില്യംസൺ ഏത് മത്സരത്തിൽ തുടങ്ങിയില്ലെങ്കിലും ഇന്ത്യയുടെ മത്സരത്തിൽ തുടങ്ങുന്നു. ഇന്നലെ കണ്ടില്ല, അദ്ദേഹം നിർണായക മത്സരത്തിൽ ടീമിന് വേണ്ടി നിർണായക പ്രകടനം പുറത്തെടുക്കുന്ന ഒരു താരമാണ്. അതാണ് വില്യംസന്റെ ക്ലാസും. ഇന്നലെ അദ്ദേഹം പിടിച്ചു തന്നു. പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് മാത്രം അതൊരു വലിയ സ്കോറിലേക്ക് പിന്തുടരാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ ഇന്നലെ അദ്ദേഹം പിടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഫോമിൽ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ്. അതെ, ഇനിയിപ്പം ന്യൂസിലാൻഡിനും സെമിയിലേക്ക് പോകുമ്പോൾ അതൊരു പോസ്റ്റ് കിടക്കണം. ദക്ഷിണാഫ്രിക്ക നേരിടാൻ പോകുമ്പോൾ പിന്നെ നമുക്ക് നേരത്തെ തന്നെ വില്ലിങ്ങും പില്ലാതും ഒക്കെ ഫോമിലുണ്ട്. അതിന് വെച്ച് വില്യംസും കൂടി ഫോമിൽ എത്തിയെന്നുള്ള അവർക്കൊരു പോസിറ്റീവാണ്. ഇന്നത്തെ മത്സരം പിന്നെ മത്സരം തോറ്റെങ്കിലും ഗ്രൂപ്പിൽ 2ാമതായി പോയെങ്കിലും. അപ്പോൾ അതും വീണ്ടും ഇനി ഫൈനലിലേക്ക് നമുക്ക് വീണ്ടും ഒരു ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം കണ്ടല്ലോ, അതിൽ പെടേണ്ടതൊന്നുമില്ല. വീണ്ടും നല്ല ശക്തമായ ടീം തന്നെയാണ് ഇവര്. തീർച്ചയായും. ഇപ്പൊ ഇനി ഇത്തരം സാഹചര്യങ്ങൾ ഇപ്പൊ ഇന്നലത്തെ മത്സരത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. അതിലെടുത്ത് പറയേണ്ട പല പേരുകൾ ഉണ്ട്. അതേസമയം ഇന്ത്യയുടെ ഒരു ഫീൽഡിങ്ങിൽ പലപ്പോഴും പാളിച്ചകൾ പറ്റുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ശ്രേയസ് അയ്യർ ഒരു പന്ത് കാണാൻ അന്തം വിട്ട് നിൽക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വിരാട് കോഹ്ലി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, വരുൺ ചക്രവർത്തി കളിയിൽ നമ്മുടെ ഒരു സ്റ്റാറായി മാറിയെങ്കിൽ കൂടി ഫീൽഡിങ്ങിൽ ഒരു ക്യാച്ച് വിടുകയും ആ ക്യാച്ച് തട്ടി 4 ആക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് രോഹിത്തിന്റെയും വിരാട് കോഹ്ലിയുടെ ഒക്കെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ നമ്മൾ ഫ്രസ്ട്രേഷൻ അല്ല അവരുടെ ഒരു ഷൗട്ട് ചെയ്യുന്നൊക്കെ ചെറിയ റണ്ണാണ് ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ വലിയൊരു വീഴ്ചയായി മാറും. 4 റൺ പോകുന്ന പറയുമ്പോൾ വലിയൊരു വീഴ്ചയാണത്. തീർച്ചയായും അത് നോക്കൌട്ട് റൗണ്ടിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ന്യൂസിലാൻഡ് ഇപ്പോൾ ഓസ്ട്രേലിയക്ക് വരുമ്പോഴായാലും അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോഴും അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പറഞ്ഞാൽ ഓരോ റണ്ണിന് നമ്മൾ എണ്ണം വെക്കണം. ക്യാച്ചസ് വിൻ മാച്ചസ് എന്നാണല്ലോ പറയുന്നത്. അത് മാത്രമല്ല ഓരോ റണ്ണും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡബിൾ ഓർഡർ നിന്നൊക്കെ സിംഗിൾ ആക്കാൻ വേണ്ടി ഓരോ താരങ്ങളും ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ഉണ്ടർമോൺ കിട്ടിയാൽ ഇന്ത്യ 100-100 മാറുന്നതിന് സംശയമില്ല. പിന്നെ ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കാര്യം പറയാം. അവരെ സംബന്ധിച്ച് ഓസ്ട്രേലിയക്ക് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ബാറ്റിംഗ് ആണ് കരുത്തെന്ന് നമ്മൾ പറയേണ്ടതായി വരും. കാരണം പല പ്രമുഖ ബോളേഴ്സ് അവരുടെ ഈ ടൂർണമെന്റിൽ പരിക്കേറ്റ് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോ സ്റ്റാർക്കില്ല, പാറ്റ് കമിൻസ് ഇല്ല, അങ്ങനെ പല താരങ്ങളും ഇല്ല എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ച്. ഇപ്പൊ ആദ്യ മത്സരത്തിൽ അവരുടെ ഇപ്പൊ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്ത രീതി തന്നെ നോക്കാം. 351 റൺസ് ആ ടീമിനെതിരെ അടിച്ചിട്ടുണ്ട്. മാത്രമല്ല പക്ഷെ അവര് ആ സ്കോർ അവര് ചേസ് ചെയ്ത് വിജയിച്ചതാണ്. 350 ബാറ്റിംഗ് നിരയുടെ ജോഷ് ഇംഗ്ലീഷ് ഒക്കെ സെഞ്ചുറി അടിച്ചിട്ട് ആ ഒരു അലക്സ് കാരിയുടെ പ്രകടനം ഇതൊക്കെ. പക്ഷെ 2 മത്സരങ്ങൾ അവർക്ക് മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഓസ്ട്രേലിയയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലും 2 മത്സരങ്ങൾ അവരുടെ മഴ മൂലം ഉപേക്ഷിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതെ, 2009 അവസാനമായിട്ട് ചാമ്പ്യൻസ് ട്രോഫി കപ്പടിച്ചിട്ടുള്ള ഓസ്ട്രേലിയ ഇത്തവണ കപ്പടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നതിനിടയിലാണ് ഈ പരിക്കുകളൊക്കെ ടീമിനെ ബാധിക്കുന്നത്. ഇനിയിപ്പം ഓസ്ട്രേലിയ മുന്നിൽ വരുമ്പോൾ രോഹിത്തിന് വേറെ കണക്ക് തീർക്കാനുണ്ട്.
രോഹിത്തിന്റെ ഏകദിന ലോകകപ്പ് എന്ന സ്വപ്നം കഴിഞ്ഞ പ്രാവശ്യം 2023 ഫൈനലിൽ ഓസ്ട്രേലിയയാണ് തകർത്തത്. അപ്പോൾ സെമിയിൽ ചാമ്പ്യൻസ് ട്രോഫി രോഹിത്തിന്റെ ഷെൽഫിലേക്ക് എത്തണമെങ്കിൽ സെമിയിൽ ഇവരെ കണക്ക് തീർക്കണം. കണക്ക് തീർത്ത് തന്നെ പോകുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ബോളിംഗ് നിരയല്ല ഇപ്പോൾ ഓസ്ട്രേലിയക്കുള്ളത്. വലിയ ബോളിംഗ് നിര അല്ലാതെ ഫോമിലുള്ള പല താരങ്ങളും ഇല്ല, വലിയ താരങ്ങളൊന്നും ഇല്ല. അപ്പം ഇന്ത്യക്ക് മികച്ചൊരു സ്കോറിലേക്ക് എത്താൻ വേണ്ടി ഒരു 250 മുകളിലുള്ള സ്കോർ തന്നെ എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓസ്ട്രേലിയക്കെതിരെ വലിയൊരു റണ്ണാണത്, പ്രത്യേകിച്ച് ദുബായിലെ പിച്ചിന്റെ സാഹചര്യമാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ ആ റണ്ണിലേക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയക്കെതിരെ കുറച്ചും കൂടി ഒരു സേഫ് ആയിട്ടുള്ള ഒരു റൺ സ്കോർ ചെയ്യണം. കാരണം അത്ര ശക്തമല്ലാത്ത ഒരു ടീമിനെതിരെ ഇപ്പോ ടീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ മാച്ച് ഷോട്ടിന് പരിക്കേറ്റിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് ആണ്. അതിന് പകരം കൂപ്പർ കൊനോലി എന്ന് പറയുന്ന ഒരു യുവതാരത്തിനെയാണ് ഓസ്ട്രേലിയ എടുത്തിട്ടുള്ളത്. അദ്ദേഹം ഓൾറൗണ്ടർ ആണ്, സ്പിൻ ബോൾ ചെയ്യുന്ന താരം കൂടിയാണ്. അതെ. അപ്പൊ ആ ഒരു അർത്ഥത്തില് ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് ടീമിനെതിരെ നമുക്ക് ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സെമിഫൈനൽ മത്സരം ഇന്ത്യയുടെ ബോളിംഗ് നിരയും ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് നിരയായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇന്ത്യയുടെ ബാറ്റ്സ്മാർക്ക് അധികം പരീക്ഷിക്കാനുള്ളത് ഓസ്ട്രേലിയക്ക് ബോളർ ഇപ്രാവശ്യം ഉണ്ടാവും അറിയില്ല, ഉറപ്പില്ല, അത് കണ്ടറിയുന്നുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് നിര ശക്തമാണ്. അതിനെ മറികടക്കാൻ ഇന്ത്യയുടെ സ്പിന്നർമാരാണ് നിർണ്ണയിക്കുന്നത്. സ്പിന്നർമാർക്ക് എങ്ങനെ കഴിയും ദുബായിലെ പിച്ചെന്നാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ തീർച്ചയായും ഓസ്ട്രേലിയ ഇപ്പം കഴിഞ്ഞ ദിവസം 2 ടീമും ദുബായിലേക്ക് എത്തിയിട്ട് ദക്ഷിണാഫ്രിക്ക തിരിച്ചു പോയെന്നുള്ള റിപ്പോർട്ട്സൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇതിലിപ്പം വരുന്നത് ഓസ്ട്രേലിയ എങ്ങനെയായിരിക്കും ഇന്ത്യൻ്റെ സ്പിന്നർമാരെ ദുബായിലെ പിച്ചിൽ നേരിടുക എന്നുള്ള കണ്ടറിയേണ്ടത്. അതിനെന്തായാലും സ്റ്റീവ് സ്മിത്താണ് ഇപ്പോൾ നായകനായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സമ്പത്ത് എന്തായാലും ടീമിന് പ്രത്യേക ഒരു കരുത്തും ഊർജ്ജവും ഏകുന്നത് ഉറപ്പാണ്. അപ്പം അദ്ദേഹത്തിനും കൂടെ മറികടക്കാൻ വേണ്ടി രോഹിത്തിനും സംഘത്തിനും ഈ സ്പിന്നർമാർക്കും കൂടെ കഴിയണം എന്നുള്ളതാണ് ഉള്ളത്. അതായത് ഇപ്പം തീർച്ചയായും നല്ല ഫോമിലാണ്. നമ്മൾ അക്ഷർ പട്ടേൽ ആയാലും ഈ ജഡേജ ആയാലും വലിയ റൺ വഴങ്ങുന്ന പ്രശ്നമൊന്നുമില്ല. അക്ഷർ പട്ടേലൊക്കെ നന്നായിട്ട് വന്നിരുന്നുണ്ട്. കുൽദീപാണ് ഇപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് റൺ വഴങ്ങുന്നത്. പക്ഷെ എന്നാലും അദ്ദേഹത്തിനെയും റീഡ് ചെയ്യാൻ വേണ്ടി അത്ര എളുപ്പത്തിലൊന്നും പറ്റില്ല. ചക്രവർത്തിയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അത് ഈ പറഞ്ഞ ഓസ്ട്രേലിയയുടെ പുതിയ നിരക്ക് അത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന താരമല്ല. അതിൻ്റെ ഒരു ആനുകൂല്യമുണ്ട്. അതിൻ്റെ ക്ഷമയും കൂടെ ചേരുമ്പോഴേക്ക് നമുക്ക് പിടിച്ചെട്ടാൻ വേണ്ടി പറ്റും എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് 3 മത്സരങ്ങൾ ദുബായിൽ വിജയിച്ചു കഴിഞ്ഞ്, ദുബായിൽ കളിച്ചു കഴിഞ്ഞ്, സാഹചര്യങ്ങളോട് ആ രീതിയിൽ പൊരുത്തപ്പെട്ട് കഴിഞ്ഞ്. ഓസ്ട്രേലിയനെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മത്സരമാണ് കംപ്ലീറ്റ്ലി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഫുൾ ഫിറ്റ്നസ്. അതെ. രണ്ടാമത്തെ ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള മത്സരം കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ അഫ്ഗാനിസ്ഥാനെതിരെ അവർ മികച്ച രീതിയിൽ അഫ്ഗാൻ എടുത്തൊരു സ്കോറിനെതിരെ 12 ഓവറിൽ 109 എന്ന രീതിയിൽ അടിച്ച് തകർക്കുന്ന ഒരു രീതിയിൽ അവർ ബാറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഒരു കംപ്ലീറ്റ്ലി ഒരു 3 മത്സരങ്ങൾ കളിച്ചിട്ടില്ല എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. മാത്രമല്ല അവർ ദുബായിലേക്ക് വരുന്നു. ദുബായിൽ ഇന്ത്യ ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള ഒരു ടീമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളാണെങ്കിൽ പോലും ഓസ്ട്രേലിയനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ICC ഇവന്റുകളിൽ മികച്ച പ്രകടനം, എല്ലാ കാലത്തും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ആ ഒരു പോരാട്ട വീര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു ടീം തന്നെയാണ്. എന്തായാലും സെമിഫൈനലിൽ ഒരു മികച്ച മത്സരം തന്നെ, ആവേശകരമായ ഒരു മത്സരം തന്നെ, ഇതുവരെ നമ്മൾ കണ്ട മത്സരങ്ങളെ പോലെ അല്ലാത്ത ഒരു ആവേശകരമായ മത്സരം തന്നെ നമുക്ക് കാണാൻ കഴിയട്ടെ. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.